വീരമല കുന്നിടിച്ചിലിന് പിന്നാലെ സ്ഥലം സന്ദർശിച്ച ജില്ലാ കലക്ടർക്കും ഉദ്യോഗസ്ഥ സംഘത്തിനും നേരെ ജനരോഷം ഉയർന്നു. ദേശീയപാതയുടെ അലൈൻമെന്റ് മാറ്റി യാത്രക്കാരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വീരമല മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിച്ച ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന് കാണേണ്ടി വന്നത് ഇത്രയും നാൾ അടക്കി നിർത്തിയ ജനങ്ങളുടെ രോഷമാണ്. ഒരു വലിയ അപകടം കണ്ണുമുന്നിൽ കാണേണ്ടി വന്ന നാട്ടുകാരുടെ സ്വാഭാവിക പ്രതികരണം മാത്രമായിരുന്നു അത്. എല്ലാവരും വന്നിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഇത് വേണ്ട നടപടി അത്ര ഇന്ന് സാർ എടുക്കണം, എന്റെ നടപടി എടുക്കണം. ഞങ്ങളിതാ പ്രതിഷേധം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കട്ടെ, കാര്യങ്ങളെല്ലാം നടന്നു പോയിട്ട് കണ്ടാണ് ഇല്ലത്. വളരെയധികം എല്ലാവരും കൂടിയ എല്ലാവരും വിഷമത്തിലാണ്. എല്ലാവരും ഇതിലെ യാത്ര ചെയ്യുന്നവരാണ്. വീരമലയെ വെട്ടിമുറിച്ച് വൻതോതിൽ മണ്ണ് കടത്തിയാണ് ദേശീയപാത നിർമ്മിച്ചത്. വയലിലൂടെ പോയിരുന്ന ആദ്യ അലൈൻമെന്റ് വീരമലയിലേക്ക് മാറ്റിയത് ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. മണ്ണ് മാത്രം കണ്ടാണ് അലൈൻമെന്റ് മാറ്റിയതെന്നായിരുന്നു ഈ ഘട്ടത്തിൽ ഉയർന്ന വിമർശനവും. കണ്ടിട്ട് മാത്രം ഈ പ്ലാൻ മാറ്റിയാണ് കമ്പനി പറയുമ്പോൾ അധികൃതർ കേട്ടു. ഇതെല്ലാം ഫില്ലറിൽ വരേണ്ട റോഡാണ് വരുന്ന പറഞ്ഞത്. അന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഇന്നതെല്ലാം മാറ്റി ഈ കുന്നിന്റെ മണ്ണ് കണ്ടിട്ട് ആദ്യം നമ്മൾ അനുഭവിക്കാൻ പറ്റും. ഇതിനേക്കാളും വലിയ അപകടമാണ് വരാൻ പോകുന്നത്. പരിസരവാസികളാണ് ഞാൻ തൊട്ടപ്പുറത്തില്ലത്. ഇതിനേക്കാളും വലിയ അപകടമാണ് വരാൻ പോകുന്നത്. ഇതിനേക്കാൾ ഐറ്റിലെ സ്ഥലമാണ്. ഇതിനേക്കാളും ചതുപ്പും വെള്ളം നിറഞ്ഞ സ്ഥലമാണ്. ഇതിനേക്കാളും ചതുപ്പും വെള്ളം നിറഞ്ഞ സ്ഥലം തൊട്ടപ്പുറത്താണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജലസംഭരണിന്റെ മേലെയുണ്ട് സാർ. അതിന് പുതിയ ജലസംഭരണി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രം വരാൻ വേണ്ടി പോകുന്നു പറയുന്നു. വിഷയത്തിൽ ആദ്യമേ പ്രതികരിച്ചവരെയെല്ലാം കേസിൽപ്പെടുത്തി പീഡിപ്പിക്കുന്ന സമീപനമാണ് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒടുവിൽ നാട്ടുകാർ ഉയർത്തിയ ആശങ്കയിൽ കഴമ്പുണ്ടായിരുന്നുവെന്ന് കാലം തെളിയിക്കുകയാണ്. ഇനിയും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് കുന്നുള്ളത്. ഇത് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കുന്നിന്റെ താഴ്വരയിൽ നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇതിപ്പോ 10 മണിക്ക് മുമ്പാണെങ്കിൽ വലിയ അപകടമായിരുന്നു. ഇതൊന്നല്ല സംഭവം. കുട്ടികളടക്കം കുഞ്ഞാളെ സ്കൂളിൽ പോയത് കൊണ്ട് രക്ഷപ്പെട്ടത്. ഞാനിപ്പോ ഈ കുന്നിന്റെ ചട്ടുവിളങ്ങ് അവിടെ ഞാനിപ്പോ ഇതിലെ പാസ് ചെയ്തതിലും വീട്ടിലേക്ക് എത്തി തിരിച്ചു വന്ന വണ്ടിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. പുതിയ ദേശീയപാത നിർമ്മാണത്തിനായി അനുവദിച്ചതിലും അധികം സ്ഥലത്തിൽ നിന്നും നിർമ്മാണ കമ്പനി കുന്നിടിച്ചതായും അശാസ്ത്രീയമായാണ് ഇടിച്ചതെന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. അവരൊന്നും ചെയ്യാൻ തയ്യാറല്ല. എന്തെങ്കിലും മറുപടി വന്നിട്ടുണ്ടോ? ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾ സാറിന് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിനെ ആക്ഷൻ ചെയ്യല്? പിന്നെ ആർക്കാണ് മറുപടി വേണ്ടത്? പ്രധാനമായിട്ടും മണ്ണ് നീക്കം ചെയ്യാൻ. അതെ, ഇപ്പോൾ നമുക്ക് മണ്ണ് നീക്കം ചെയ്യണം. ഇത് വളരെ അപകട മേഖലയാണ്. മണ്ണെല്ലാം ഇവിടെ നീക്കുന്നത് തന്നെ ട്രാഫിക് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കുന്നുമില്ല, വയലുമില്ല, അവസാനം റോഡുമില്ല എന്ന അവസ്ഥയിലാണ് ദേശീയപാത 66ന്റെ വികസനം പലയിടങ്ങളിലും ചെന്നെത്തി നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.